Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഐ തിങ്ക് യു പ്രാക്ടീസ് വെൽ. അപ്പോൾ ഇന്ന് കുറച്ച് സെൻറ്റൻസ് പരിചയപ്പെടാം. എനിക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് നമുക്ക് എങ്ങനെ പറയാം? ഐ കാന്ത് കം. ഐ കാന്ത് കം. ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സബ്ജക്റ്റ് മാറ്റി കൊടുക്കുക, സെൻറ്റൻസ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. ഇവിടെ എന്താണ്? ഞാൻ അല്ലേ, ഐ. കഴിയില്ല, കാൻറ്റ് എന്നാ പറയുക, കാൻറ്റ്. അപ്പോൾ ക്യാനിന് ശേഷം നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം വയ്ക്കാം. ഐ കാൻറ്റ് കം, എനിക്ക് വരാൻ കഴിയില്ല. അപ്പോൾ ഈ ഐ മാറ്റിയിട്ട് നിങ്ങൾ അവൾക്ക് വരാൻ കഴിയില്ല, അവൾ എന്താണ്? ഷീ അല്ലേ, ഷീ കാൻറ്റ് കം, അവൾക്ക് വരാൻ കഴിയില്ല. അപ്പോൾ അവന് വരാൻ കഴിയില്ല എന്നാണെങ്കിലോ ഹീ എന്ന് പറഞ്ഞാൽ അവൻ, ഹീ കാൻറ്റ് കം, അവന് വരാൻ കഴിയില്ല. ഇനി നമുക്ക് അവർക്ക് വരാൻ കഴിയില്ല, അവർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ദേ കാൻറ്റ് കം, ദേ കാൻറ്റ് കം, അവർക്ക് വരാൻ കഴിയില്ല. അപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, അതുപോലെ നിങ്ങൾ സെൻറ്റൻസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ ചോദിക്കാറില്ലേ, അവനെന്താ ചെയ്യുന്നേ, അവളെന്താ ചെയ്യുന്നേ? ഇതിനൊരു പാറ്റേൺ ആണ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? അവൻ എന്താ ചെയ്യുന്നത്? എന്താ ഈസ് വെച്ച് ഹീ സിംഗുലർ ആണ് അല്ലേ. വാട്ട് ഈസ് ഹി ഡൂയിങ്? അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട്സ് ഷീ ഡൂയിങ്? വാട്ട്സ് ഷീ ഡൂയിങ്? ഇതൊക്കെ നമ്മൾ സബ്ജക്റ്റ് മാറ്റി മാറ്റി പറഞ്ഞു നോക്കുക. സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഒരുപോലെയാണ്. അവരെന്താ ചെയ്യുന്നത്? വാട്ട് ആർ ദേ ഡൂയിങ്? വാട്ട് ആർ ദേ ഡൂയിങ്? അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? വാട്ട് ആർ ദേ ഡൂയിങ്? നീ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? നെക്സ്റ്റ് നമുക്ക് ഇപ്പം നമ്മൾ ചോദിക്കുന്നത്, നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറയില്ലേ? അത് നമുക്ക് വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? ലുക്കിംഗ് അറ്റ്, നീ എന്തിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? ഈ സെൻറ്റൻസ് തന്നെ നമുക്ക് സബ്ജക്റ്റ് മാറ്റി പറയാം. അവൾ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ഇസ് ഷീ ലുക്കിംഗ് അറ്റ്? വാട്ട് ഇസ് ഷീ ലുക്കിംഗ് അറ്റ്? ഷീ സിംഗുലർ ആണ്, അപ്പോൾ ഈസ് വെച്ചു. വാട്ട് ഇസ് ഷീ ലുക്കിംഗ് അറ്റ്? അവൻ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ഇസ് ഹീ ലുക്കിംഗ് അറ്റ്? വാട്ട്സ് ഹീ ലുക്കിംഗ് അറ്റ്? മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതേ പാറ്റേണിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പം ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയില്ലേ, ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് അബൌട്ട് യു, ഞാൻ താങ്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് അബൌട്ട് യു. ഹാവിന് ശേഷം എന്താണ്? വേർബിൻ്റെ തേർഡ് ഫോമാണ് വയ്ക്കുക കേട്ടോ, പ്രസൻറ്റ് പെർഫെക്റ്റിലെ. അപ്പം ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് അബൌട്ട് യു. ഞാൻ അവളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നാണെങ്കിലോ ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഹേർ. ആ അബൌട്ടിന് ശേഷം നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഞാൻ അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലാണോ ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഹിം. ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഹിം. ഇനി ഞാൻ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നാണെങ്കിലോ ഐ ഹാവ് ഹേർഡ് അബൌട്ട് ദം, അവരെ. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു സെൻറ്റൻസ് പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ബസ് ഇപ്പം അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അത് നമുക്കിങ്ങനെ പറയാം, ദ ബസ് ഹാസ് ജസ്റ്റ് കം. ദ ബസ് ഹാസ് ജസ്റ്റ് കം. ദ ബസ് ഹാസ് ജസ്റ്റ് കം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, ജസ്റ്റ് കം. അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. ദ ബസ് ഹാസ് ജസ്റ്റ് കം, ബസ് ഇപ്പം വന്നിട്ടേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് വേറെ കാര്യങ്ങൾ മാറ്റി പറയാം. ദ അവൾ ഇപ്പം അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, അവൾ, ഷീ ഹാസ് ജസ്റ്റ് കം, അവൾ ഇപ്പം അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അവൻ ഇപ്പം അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ, എങ്ങനെ പറയും? ഹി ഹാസ് ജസ്റ്റ് ഗോൺ, ഹി ഹാസ് ജസ്റ്റ് ഗോൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്കിങ്ങനെ പറയാം. ഇനി ആരെങ്കിലും എൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ പേന കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കും, ഹാസ് എനി വൺ ടേക്കൺ മൈ ബുക്ക്? ഹാസ് എനി വൺ ടേക്കൺ മൈ ബുക്ക്? ഹാസ് എനി വൺ, എനിവണിന് ശേഷം നമ്മൾ എന്താ സബ്ജക്റ്റ് സിംഗുലർ ആണ് വയ്ക്കുക. എനിവൺ വരുമ്പോൾ നമ്മൾ സിംഗുലർ വേർബാണ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഹാസ് എനി വൺ ടേക്കൺ മൈ ബുക്ക്, ആരെങ്കിലും എൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ടോ എന്നാണ് അർത്ഥം. ഇനി ആരെങ്കിലും എൻ്റെ പേന കണ്ടിട്ടുണ്ടോ എന്നാണെങ്കിലോ ഹാസ് എനി വൺ സീൻ മൈ പെൻ, ആരെങ്കിലും എൻ്റെ പേന കണ്ടിട്ടുണ്ടോ? ഹാസ് എനി വൺ സീൻ, സീൻ. എന്താ വേർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മൾ വയ്ക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റിലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ്?
ഹാസ് പ്ലസ് സംവൺ പിന്നെ വേർബിൻ്റെ തേർഡ് ഫോം വെക്കണം കേട്ടോ. ഇനി നമ്മൾ ബാക്കി എന്താ പറയുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും എൻ്റെ പേന കണ്ടിട്ടുണ്ടോ? ഹാസ് എനി വൺ സീൻ മൈ പെൻ? ഹാസ് എനി വൺ സീൻ മൈ പെൻ? ഓക്കെ. ഇനി ഞാനൊരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയാറില്ലേ? ഐ ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഐ ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഞാനൊരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളൊരു പുതിയ മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? ഷീ ഹാസ് ബോട്ട് എ ന്യൂ മൊബൈൽ. ഇവിടെ ഷീ സബ്ജക്റ്റ് സിംഗുലറാണ്, അപ്പോൾ ഹാസ് വെച്ചു. ഷീ ഹാസ് ബോട്ട് എ ന്യൂ മൊബൈൽ. അവർ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ പറയും? ദേ ഹാവ് ബോട്ട് എ ന്യൂ ഫ്രിഡ്ജ്. ദേ ഹാവ് ബോട്ട് എ ന്യൂ ഫ്രിഡ്ജ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.